നമ്മൾ കഴിഞ്ഞ വെക്കേഷനിൽ ഇൻസ്റ്റാഗ്രാം പേജായ ട്രാവോക്കോ വഴി വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള തേജസ് റിസോർട്ടിൽ പോയപ്പോൾ അവിടുന്ന് ട്രൈ ചെയ്ത ഒരു അടിപൊളി അൽഫാമിന്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ എരിവിന് വേണ്ടിയിട്ട് സാദാ ചില്ലി പൗഡർ, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുളിപ്പിന് വേണ്ട തൈരും സുർക്കയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിയില അരച്ചത്, പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കരി കത്തിച്ച് നല്ല കനലുണ്ടാക്കി നമ്മുടെ ഗ്രില്ലിൽ ബട്ടർ തേച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിൽ സെറ്റ് ചെയ്തെങ്ങാണ്ട് രണ്ട് സൈഡും കരിയാതെ വേവിച്ചെടുക്കുക. അവസാനമായിട്ട് ബട്ടറിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് ആ ചിക്കന്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കലക്കൻ അൽഫാം റെഡി. നമ്മളെ കുക്ക് ചെയ്ത ചിക്കൻ ഇട്ട് വെച്ച കാസറോൾ തുറന്നപ്പോൾ തന്നെ റൗഡി ബേബിയുടെ കിളി പോയിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, 2 പീസ് ചിക്കനും 2 ചപ്പാത്തിയും അതിന്റെ മുകളിൽ കൂടി നല്ല ചൂട് കുറുമയുണ്ട് ഒരു ഒഴിച്ചു. പിന്നെ സൈഡായിട്ട് കുറച്ച് വെജിറ്റബിൾ സാലഡ് എടുത്ത് വെച്ചിട്ട് ആ കുറുമയിൽ കുതിർന്ന ചപ്പാത്തിന്ന് ഒരു കഷ്ണം കീറി എടുത്തിട്ട് അതിന്റെ കൂടെ 1 പീസ് ചിക്കൻ കൂടി വെച്ചിട്ട് കുറച്ച് സവാള വെച്ച് ചുരുട്ടി പിടിച്ചാണ്ട് കഴിച്ചു നോക്കി. സംഭവം ഒരു ശിരടി കമ്പിത്തിലായിട്ടായിരുന്നു. അപ്പൊ ഇനി അൽഫാം ഉണ്ടാകുമ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.